ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറ്റില ദീപ വഴിപാടിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വഴിപാട് ചെയ്യുന്നത് മുരുക ഭഗവാന് വേണ്ടിയിട്ടുള്ളതാണ്. ചൊവ്വാഴ്ചകളിലാണ് നമ്മൾ ഈ ഒരു ദീപം വെക്കുന്നത്. അപ്പോൾ മുരുക ഭഗവാന് പ്രിയപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ഈ ഒരു ചൊവ്വാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ചൊവ്വാഹോരയിലാണ് നമ്മൾ ഈ ഒരു ദീപം കൊളുത്തുന്നത്. അപ്പോൾ ചൊവ്വാഹോര എന്ന് പറയുകയാണെങ്കിൽ 6 മണി മുതൽ 7 മണി വരെയും, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയും, വൈകുന്നേരം 8 മണി മുതൽ 9 മണി വരെയുമാണ് ഈ ഒരു ചൊവ്വാഹോര എന്ന് പറയുന്നത് ഉള്ളത്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു വെറ്റില ദീപ വഴിപാട് ചെയ്യുന്നത് കേട്ടോ. ഇനി എങ്ങനെയാണ് ഈ ഒരു ദീപം വെക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ടൊരു തട്ടെടുത്തിട്ടുണ്ട്. ആ ഒരു തട്ടിൻ്റെ മുകളിലോട്ട് നമ്മൾ മഞ്ഞളും കുങ്കുമവും തൊട്ട് കൊടുക്കണം. പിന്നെ നമ്മളൊരു ചെരാതിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു ചെരാതിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ നമ്മൾ മഞ്ഞളും കുങ്കുമവും കൊണ്ട് തൊട്ട് കൊടുക്കണം. പിന്നീട് നമുക്കിതിലേക്ക് വെറ്റിലയാണ് ആവശ്യം. അപ്പോൾ 6 വെറ്റിലകളാണ് നമ്മളിതിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ 6 വെറ്റില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുരുക ഭഗവാന്റെ 6 പട വീടുകളെയാണ് സൂചിപ്പിക്കുന്നത്. നല്ല വെറ്റിലകൾ തന്നെ നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കീറാത്ത, അതുപോലെ തന്നെ കുത്തുകളൊന്നും ഇല്ലാത്ത നല്ല വെറ്റിലകൾ നോക്കിയെടുക്കുക. അത് കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ കാമ്പ് നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെരാതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഒരു വെറ്റിലയിൽ മഹാലക്ഷ്മിയാണ് വസിക്കുന്നത്. അതുപോലെ തന്നെ വെറ്റിലയുടെ കാമ്പിൽ മൂദേവിയാണ് വസിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കാമ്പ് നുള്ളിയിട്ട് ഈ ഒരു ചെരാതിൽ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ വിളക്ക് കൊളുത്തുന്നത്. അപ്പോൾ ഈ ഒരു വെറ്റിലയുടെ മുകളിലും നമ്മളിതുപോലെ തന്നെ മഞ്ഞളും കുങ്കുമവും കൊണ്ട് തൊട്ട് കൊടുക്കണം. വെറ്റിലകളെല്ലാം ഈ ഒരു തട്ടിലേക്ക് അടുക്കി വെച്ചതിന് ശേഷം നടുക്കിലായിട്ട് ഈ ഒരു ചെരാത് വെച്ചിട്ട് അതിൽ നെയ്യ് ഒഴിച്ചിട്ട് കത്തിക്കുന്നതാണ് കേട്ടോ കൂടുതൽ ഉത്തമം. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ദീപം കൊളുത്താവുന്നതാണ്. പിന്നെ അലങ്കാരത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ വീട്ടിലുള്ള പുഷ്പങ്ങൾ വെച്ചിട്ട് നമുക്ക് അലങ്കരിക്കാം. പിന്നെ നമ്മൾ ഒരു ഭഗവാന്റെ ഫോട്ടോ നമുക്ക് ഈ ഒരു വെറ്റില ദീപം വെക്കുമ്പോൾ അതിൻ്റെ മുൻപിലായിട്ട് മുരുക ഭഗവാന്റെ ഒരു ഫോട്ടോ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ നൈവേദ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത്, ഫ്രൂട്ട്സോ അല്ലെങ്കിൽ പാലോ എന്താണുള്ളത് വെച്ചെങ്കിൽ നമ്മളത് ഭഗവാന് വേണ്ടിയിട്ട് നിവേദിക്കാം. പിന്നെ ഈ ഒരു വിളക്ക് കൊളുത്തിയതിന് ശേഷം നമുക്ക് ധൂപം, ദീപം, ആരതിയൊക്കെ ഒഴിഞ്ഞ് എടുക്കാം കേട്ടോ. തുടർച്ചയായിട്ട് 9 ചൊവ്വാഴ്ചകളിൽ നിങ്ങൾ ഈ ഒരു ദീപം വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എന്താഗ്രഹമാണോ സാധിക്കേണ്ടത് അത് ഈ ഒരു ദീപം കൊളുത്തിയതിന് ശേഷം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഭൂമി വാങ്ങുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വിൽക്കുന്നതിന് വേണ്ടിയിട്ട്, ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, സന്താന സൗഭാഗ്യത്തിന്, അതുപോലെ തന്നെ നമ്മുടെ കടങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു വെറ്റില ദീപം വെച്ച് പ്രാർത്ഥിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 ആഴ്ചകളായി ഈ ഒരു വെറ്റില ദീപം തുടർച്ചയായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. 6 മണിക്കാണ് ഞാൻ ഈ ഒരു ദീപം വയ്ക്കാറുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ 2 ആഴ്ച നമുക്ക് വെക്കാനായിട്ട് പറ്റിയില്ല. കാരണം നമുക്ക് വെറ്റില കിട്ടാനുണ്ടായിരുന്നില്ല. ഒരു നല്ല വെറ്റിലകളൊന്നും ഇപ്പോൾ കടയിൽ നിന്ന് കിട്ടാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് പൊട്ടിച്ചിട്ടുള്ള വെറ്റിലകളാണ് കേട്ടോ. അപ്പോൾ നല്ല ചെറിയ വെറ്റിലകളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും വെക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മളെ വീട്ടിൽ വെറ്റിലയുടെ കൊടി കൊടുന്ന് കുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മുരുക ഭഗവാന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ ചൊവ്വാഴ്ചകളിലും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വെറ്റില പൊട്ടിച്ചിട്ട് വിളക്ക് വയ്ക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു ദീപം കൊളുത്തി വെച്ചതിന് ശേഷം നമുക്ക് മുരുക ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുകയോ സ്കന്ദഷഷ്ടി കവചം ചൊല്ലുകയോ ചെയ്യാവുന്നതാണ്. ഇനി സ്കന്ദഷഷ്ടി കവചം അറിയില്ല എന്നുണ്ടെച്ചെങ്കിൽ നമുക്ക് മൊബൈലിലൊക്കെ ഓണാക്കി വെച്ചിട്ട് നമുക്ക് അത് പ്രാർത്ഥിക്കാവുന്നതാണ്.